ലോകത്തിന് മുഴുവനും വേണ്ടിയുള്ള കൃപയുടെ മണിക്കൂറാണിത്. നീതിയുടെ മേൽ കരുണ വിജയം വരിച്ച സമയം. ഈ മണിക്കൂറിൽ നിനക്കും മറ്റുള്ളവർക്കും വേണ്ടി ചോദിക്കുന്നതെല്ലാം ലഭിക്കുമെന്ന് വിശുദ്ധ ഫൗസ്ത്യനായിക്ക് ഈശോ നൽകിയ വാഗ്ദാനമനുസരിച്ച് നമുക്ക് 3 മണി സമയത്ത് കൃപയുടെ സമയമെന്ന ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. കൃപയുടെ സമയമിതാ, കരുണതൻ സമയമിതാ, കർത്താവിൻ കൃപയൊഴുകും നിമിഷമിതാ, തിരുരക്തത്താലെ അഭിഷേകമേകിടും കർത്താവിൻ കരുണതൻ സമയമിതാ. വരിക വരിക പ്രിയജനമേ, അണിയണിയായി കൃപ നുകരാൻ കർത്താവിൻ സ്നേഹത്തിൻ വാഹകരാ. വരിക വരിക പ്രിയജനമേ, അണിയണിയായി കൃപ നുകരാൻ കർത്താവിൻ സ്നേഹത്തിൻ വാഹകരാ. ശക്തി ക്ഷയിച്ചവരെ, ആകുലരാകാതെ അണയാമീ നിമിഷം. പാതി തകർന്നവരെ, ശക്തി ക്ഷയിച്ചവരെ, ആകുലരാകാതെ അണയാമീ നിമിഷം. രോഗികളെ, ആകുലരെ, ബന്ധിതരെ, പീഡിതരെ, യേശുവിനരികെ അണയാം. രോഗികളെ, ആകുലരെ, ബന്ധിതരെ, പീഡിതരെ, യേശുവിനരികെ അണയാം. വരിക വരിക പ്രിയജനമേ, അണിയണിയായി കൃപ നുകരാൻ കർത്താവിൻ സ്നേഹത്തിൻ വാഹകരാൻ. വരിക വരിക പ്രിയജനമേ, അണിയണിയായി കൃപ നുകരാൻ കർത്താവിൻ സ്നേഹത്തിൻ വാഹകരാൻ. ക്രിസ്താ അത്യുന്നതനാം കർത്താവേ, സൃഷ്ടിജാലങ്ങൾക്ക് മഹോന്നതൻ, ഉച്ചസ്വരത്തിൽ പ്രകീർത്തിക്കും നിൻ മഹിമാവെന്നും ഭൂതലത്തിൽ. അത്യുന്നതനാം കർത്താവേ, സൃഷ്ടിജാലങ്ങൾക്ക് മഹോന്നതൻ, ഉച്ചസ്വരത്തിൽ പ്രകീർത്തിക്കും നിൻ മഹിമാവെന്നും ഭൂതലത്തിൽ. ആരാധനയേകാം, ഹല്ലേലൂയ പാടിടാം. ഈ ലോക സൃഷ്ടിതനുറവിടമേ, പരിശുദ്ധനും പരിപാലകനും നീ എൻ സർവ്വവും. ആരാധനയേകാം, ഹല്ലേലൂയ പാടിടാം. ഈ ലോക സൃഷ്ടിതനുറവിടമേ, പരിശുദ്ധനും പരിപാലകനും നീ എൻ സർവ്വവും. ദിവ്യകാരുണ്യമായിട്ട് ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന കരുണയുടെ തിരുമണിക്കൂറിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ പീഡാസഹനങ്ങളെ പറ്റി ധ്യാനിക്കുവാനും കർത്താവ് ഏറ്റെടുത്ത ആ സഹനങ്ങളിലൂടെ നമ്മുടെ രക്ഷയായി മാറിയതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് നമ്മുടെ രക്ഷ ജീവിതത്തിൽ ഏറ്റെടുക്കുവാനുമൊക്കെയുള്ള പുണ്യദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. നമ്മുടെ ദൈവമിതാ നമ്മുടെ രക്ഷയായി
നമ്മുടെ ജീവനായി, കരുണയായി, സ്നേഹമായി, ദിവ്യകാരുണ്യത്തിൽ ഒരിക്കൽ കൂടി നമുക്ക് വേണ്ടി സ്വർഗം തുറന്ന് ഇറങ്ങി വരുന്നു. നമ്മുടെ രക്ഷകനെ, നമ്മുടെ ജീവനെ, നമുക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുത്തവനെ, ക്രൂശിതനായ കർത്താവിനെ ഈ ദിവ്യകാരുണ്യത്തിൽ ദർശിച്ചുകൊണ്ട് അവനെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഈശോയെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പീഡാസഹനത്തിലൂടെ കർത്താവ് നമ്മെ രക്ഷിച്ചുവെന്ന വലിയ ബോധ്യത്തോടെ കർത്താവിൻ്റെ പീഡാസഹനങ്ങളെപ്പറ്റി ധ്യാനിച്ചുകൊണ്ട് ക്രൂശിതനെ അനുധാപനം ചെയ്യുന്ന ഈ പുണ്യദിനങ്ങളിൽ കർത്താവ് നമ്മെ വലിയ മനസാന്തരത്തിലേക്ക് കൈപിടിച്ചുയർത്തുകയാണ്. ഒരു നല്ല കുമ്പസാരമൊക്കെ നടത്തി സ്വയം വിശുദ്ധീകരിച്ച് കർത്താവിൻ്റെ തിരുഹൃദയത്തിലേക്ക് കടന്നു വരേണ്ട വലിയ ആഴ്ചയുടെ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ തീർച്ചയായിട്ടും കർത്താവിൻ്റെ കുരിശ് നമ്മെ ശക്തിപ്പെടുത്തട്ടെ. കർത്താവിൻ്റെ പീഡാസഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രചോദനമായി തീരട്ടെ. കർത്താവിൻ്റെ ദിവ്യ കുരിശ്, ആ കുരിശിൽ കിടന്നുകൊണ്ട് അവൻ ചിന്തിയ തിരുരക്തം പാപങ്ങളിൽ നിന്നും, പാപസാഹചര്യങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാനുള്ള വലിയ അഭിഷേകം, കൃപ, ശക്തി നമ്മളിലേക്ക് ഒഴുകട്ടെ. നമ്മൾ ജീവിതത്തിൽ സഹനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ വേദനകളും മുറിവുകളുമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ മൂന്നാണികളാൽ ഒരുപക്ഷെ നമ്മുടെ ജീവിതമാകുന്ന മരക്കുരിശിൽ തറയ്ക്കപ്പെടുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. മറുവരിസത്ത് ആ മരക്കുരിശിൽ എൻ്റെ രക്ഷകനുമുണ്ട്. എനിക്ക് വേണ്ടി പീഡകളേറ്റ കർത്താവ്, എനിക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുത്ത കർത്താവ്, എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച കർത്താവ് എൻ്റെ ജീവിതമാകുന്ന മരക്കുരിശിൻ്റെ മറുവശത്ത് എനിക്ക് മുമ്പേ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. എനിക്ക് ശക്തിയാകുവാൻ, എൻ്റെ സഹനങ്ങളിൽ എന്നോട് സഹതപിക്കുവാൻ സാധിക്കാത്ത വിധം ശക്തിയില്ലാത്ത കർത്താവല്ല, ചേർത്ത് പിടിക്കുന്ന ദൈവമാണ്. പ്രിയമുള്ളവരെ, യൂദാസ് യേശുവിനെ കാണിച്ചു കൊടുത്തതായിട്ട് നമുക്ക് സുവിശേഷത്തിൽ വായിക്കുവാനായിട്ട് സാധിക്കും. മനുഷ്യപുത്രൻ പാപികളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുന്നുവെന്ന് ഈശോ പറഞ്ഞ നിമിഷം യൂദാസ് അവനെ ചുംബിച്ചുകൊണ്ട് അവനെ പാപികളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. 3 വർഷം ഒന്നിച്ചു നടന്നവരാണ്. ഒരു ഭവനത്തിൽ വസിക്കുകയും ഒരേ ഭക്ഷണം കഴിക്കുകയും ഒരേ ദിശയിൽ ചരിക്കുകയും ചെയ്തവൻ. ഇവൻ ദൈവമാണെന്നും ഇവനാണ് രക്ഷകനെന്നും ആ 3 വർഷക്കാലം അവനോട് ചേർന്ന് നിന്നുകൊണ്ട് മനസ്സിലാക്കിയവനാണ്. എന്നാൽ സ്വാർത്ഥതയുടെ ഒരു നിമിഷത്തില് ഗുരുവിനെ ഒരു കപട ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുക്കുന്നവനായി മാറി യൂദാസ്. പ്രിയമുള്ളവരെ, സ്നേഹം അഭിനയിച്ച് ചുംബിച്ച് ചതിച്ചവൻ. ഇങ്ങനെയുള്ള യൂദാസുമാര് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ അവിടെയും ഇവിടെയും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവാം. സ്നേഹം അഭിനയിച്ച് ചതിക്കപ്പെട്ടവരായിരിക്കാം നമ്മൾ ഓരോരുത്തരും. പലപ്പോഴും ജീവിതത്തിൽ കപടതയുടെ മുഖം മൂടി അണിഞ്ഞ ഒരുപാട് മനുഷ്യരെ നമ്മൾ ജീവിതത്തിൽ കണ്ടെത്തിയിട്ടുണ്ടാകാം. സ്നേഹിതരായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞവര് വേദനയുടെ സഹനത്തിൻ്റെ നിമിഷങ്ങളിൽ ചതിച്ചിട്ട് പോയ സഹനം നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ടാവാം.
ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരാൽ വഞ്ചിക്കപ്പെട്ടവർക്ക് വേണ്ടി, മറ്റുള്ളവരാൽ ഒറ്റിക്കൊടുക്കപ്പെട്ടവർക്ക് വേണ്ടി, വേദനകൾ ഏറ്റുവാങ്ങേണ്ടി വന്നവർക്ക് വേണ്ടി മരക്കുരിശിൻ്റെ മറുവശത്തൊരുവനുണ്ട്. സഹനങ്ങൾ അറിഞ്ഞവൻ, വേദനകൾ ഏറ്റെടുത്തവൻ, സ്നേഹിതനാൽ ചതിക്കപ്പെട്ടവൻ. അവനോട് നമ്മുടെ ഹൃദയ യാതനകൾ നമുക്ക് പങ്കുവയ്ക്കാം. അവൻ നമ്മളെ സ്വാന്തനപ്പെടുത്തിക്കൊണ്ട് ശക്തിപ്പെടുത്തും. പ്രിയമുള്ളവരെ, കർത്താവിനോട് കൂടി ഉണ്ടായിരുന്ന മറ്റ് ശിഷ്യന്മാര് അവനെ കൈവിട്ട് ഓടിപ്പോയതായിട്ട് സുവിശേഷത്തിൽ നാം വായിക്കുന്നു. മരിച്ചാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞവരും, നിന്റെ കാസയിൽ നിന്ന് കുടിക്കുവാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞവരും എല്ലാം സഹനത്തിൻ്റെ നിമിഷങ്ങളിൽ ഈശോയെ വിട്ടിട്ട് ഓടിപ്പോയി. നമ്മുടെ ജീവിതത്തിൻ്റെ ദുഃഖവെള്ളികളിൽ നമ്മോടൊപ്പം ഉണ്ടാവുമെന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നവര് നമ്മെ നിരാശരാക്കിയിട്ട് നമ്മുടെ വേദനകളും മുറിവുകളും ഒന്നും ഏറ്റെടുക്കാതെ ഓടിപ്പോയതിൻ്റെ വേദന നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, മകനെ മകളെ, ഈശോ നമ്മളോട് പറയുകയാണ്, നിന്റെ ജീവിതമാകുന്ന മരക്കുരിശിന്റെ മറുവശത്ത് ക്രൂശിക്കപ്പെട്ടവനായി ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. സ്വാന്തനമായി, സമാധാനമായി, അഭിഷേകമായി, നിന്നെ ശക്തിപ്പെടുത്തുന്നവനായി, നിന്റെ ഹൃദയ നൊമ്പരങ്ങൾ ഏറ്റെടുക്കുന്നവനായി. മഹാപുരോഹിതന്മാരും ജനപ്രമാണികളുമൊക്കെ അവനെതിരെ, നിരപരാധിക്കെതിരെ ഗൂഢാലോചന വെളുക്കുവോളം നടത്തിയെന്ന് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നു. അവനെ ബന്ധിച്ചവർക്ക് മുമ്പിൽ എത്തിച്ചപ്പോൾ ചിലർ അവനെ കർക്കിച്ചു തുപ്പി. നീചമായ പച്ച കള്ളക്കഥകള് അവനെതിരെ നിരത്തി. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ പലപ്പോഴും നുണക്കഥകളുടെ മുമ്പിൽ നിശബ്ദരായിട്ട് നമ്മൾ നിന്നു പോയിട്ടുണ്ടാവാം. ആ നുണ കഥകൾ കേട്ട് നമ്മുടെ പ്രിയപ്പെട്ടവരും അധികാരികളുമൊക്കെ നമ്മെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവാം. മരക്കുരിശിന്റെ മറുവശത്ത് മറ്റുള്ളവരാൽ തെറ്റിദ്ധരിക്കപ്പെട്ട കർത്താവ്, തെറ്റുധാരണയുടെ വേദനയുടെ പടുക്കുഴിയിൽ നീ അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, മകനെ മകളെ, നിനക്കായിട്ട് കാത്തിരിക്കുന്നു. നിന്റെ ശക്തിയായിട്ട് ക്രൂശിതൻ നിനക്കായി മാത്രം കാത്തിരിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നിഷ്കളങ്കനാണ് അവനെന്നറിഞ്ഞപ്പോൾ പീലാത്തോസ് അവനെ എന്തു ചെയ്യണമെന്ന് അവരോട് ചോദിച്ചപ്പോൾ ജനക്കൂട്ടം ആർത്തു വിളിച്ചു പറയുന്നുണ്ട്, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക എന്ന്. ഈ പാപം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേലും വീണ് ഞങ്ങൾ നശിച്ചാലും അവനെ ക്രൂശിക്കണമെന്ന് അപേക്ഷിക്കുന്നവരെ നമ്മൾ പീലാത്തോസിന്റെ അരമനയ്ക്ക് മുമ്പിൽ കണ്ടുമുട്ടുന്നുണ്ട്. ആ ജനക്കൂട്ടത്തിൽ ചിലര് കർത്താവിൻ്റെ വചനങ്ങൾ കേട്ട് മനസാന്തരത്തിലേക്ക് കടന്നു വന്നവരാണ്. അവരിൽ ചിലരെ, അവരുടെ കുടുംബത്തിൽ ചിലരെ കർത്താവ് സൗഖ്യപ്പെടുത്തിയതാണ്. വലിയ വിടുതലും രക്ഷയുമൊക്കെ കർത്താവിൽ നിന്ന് ഏറ്റുവാങ്ങിയവരിൽ ചിലരും ആ ജനക്കൂട്ടത്തിൽ ഉണ്ടാവാം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതമാകുന്ന ദുഃഖവെള്ളികളിൽ നന്ദിഹീനരായ ഒരുപാട് പേരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ കാരണം ജീവൻ തിരിച്ചു കിട്ടിയവർ, നാം കാരണം ഇന്നും ജീവിച്ചിരിക്കുന്നവർ, നാം കാരണം ജീവിതം കൂട്ടിമുട്ടിച്ചവർ, ഇങ്ങനെ പലരും നമ്മുടെ ബലഹീനതയുടെ നിമിഷത്തിൽ, നമ്മുടെ ബുദ്ധിമുട്ടുകളിൽ, നമ്മുടെ പരാജയങ്ങളിൽ, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മെ പരിഹസിച്ചുകൊണ്ട് ജനക്കൂട്ടത്തോടൊപ്പം നമ്മെ ക്രൂശിക്കുക ക്രൂശിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ചുറ്റും പലയിടങ്ങളിലും പരതിയിരിപ്പുണ്ടാവാം. കർത്താവ് പറയുകയാണ്, നിന്റെ ജീവിതമാകുന്ന മരക്കുരിശിന്റെ മറുവശത്ത്
മകനെ മകളെ, നിനക്ക് മുമ്പേ ക്രൂശിതനായവൻ കാത്തിരിക്കുന്നു. നിന്റെ ഹൃദയവേദനകള്, നീ ഏറ്റെടുത്ത യാതനകള്, തെറ്റുധാരണകള്, പരിഹാസങ്ങള്, നിന്റെ ഹൃദയ നൊമ്പരങ്ങളായിട്ട് ഇന്നും നിന്റെ ജീവിതത്തിൽ ബാക്കിയുണ്ടെങ്കിൽ എന്നോടൊപ്പം നിന്റെ കുരിശുകൾ ഏറ്റെടുത്ത് എന്നെ അനുഗമിച്ച് അവയെല്ലാം എന്നോടൊപ്പം പങ്കുവയ്ക്കൂ. ഞാൻ നിന്റെ ജീവിതത്തെ ശക്തിപ്പെടുത്താം. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ പീഡാസഹനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഈ പുണ്യ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, കരുണയായി സ്നേഹമായി എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ. മറ്റുള്ളവരാൽ തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ, പരിഹാസപ്പെടുമ്പോൾ മറുവശത്ത് കാത്തിരിക്കുന്ന കർത്താവെ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരുണയുടെ തിരുമണിക്കൂറിലെ കരുണയുടെ കൊന്തചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു. പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി
പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തിന്നും ഞങ്ങളുടെ ലോകം മുഴുവന്റെ കരുണയുണ്ടാകണമേ. 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 ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തിന്നും ഞങ്ങളുടെ ലോകം മുഴുവന്റെ
ഉണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തിന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. 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 നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് ഈ ആത്മീയ ശുശ്രൂഷയോടൊപ്പം ആയിരിക്കുന്ന എവരെയും നമുക്ക് കർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് ഓൺലൈനിലായിരുന്നു കൊണ്ട് കർത്താവിൻ്റെ സ്നേഹത്തിനായിട്ട്, കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ടിരിക്കുന്ന സകലരെയും നമുക്ക് കർത്താവിൻ്റെ കരുണയുടെ ആ തിരുഹൃദയത്തോട് ചേർത്ത് വെച്ച് അവിടെ നിയോഗങ്ങൾ ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, അവർ ചിലരൊക്കെ രോഗികളുണ്ട്, അവരെ സൗഖ്യപ്പെടുത്തണമേ. വേദനകളും ബുദ്ധിമുട്ടുകളും മൂലം അതീവ ദുഃഖത്തിൽ നിരാശയിലേക്ക് കടന്നു പോകുന്നവരുണ്ടാവാം. ഈശോയെ, നീ കൈപിടിച്ചവരെ ശക്തിപ്പെടുത്തി സകലവിധ ബന്ധനങ്ങളിൽ നിന്നും അവരെ വിമോചിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ കൊല്ലത്ത് ധ്യാനിപ്പിച്ചിരിക്കുന്ന കാര്യച്ചനെയും ലാലുവച്ചനെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കാനഡയിൽ വിജിലച്ചൻ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛനു വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിച്ച് ആ ധ്യാനങ്ങളിലെല്ലാം പങ്കെടുക്കുന്നവർ കർത്താവിൻ്റെ കരുണ, സ്നേഹം
ഇവയാലെല്ലാം ജ്വലിക്കുന്നവരായിട്ട് മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നാളത്തെ പ്രത്യേക ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സകല ആത്മീയ ശുശ്രൂഷകളെയും നമുക്ക് കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി, കർത്താവിൻ്റെ സ്നേഹത്തിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ ആലയത്തിൽ ഈ ആഴ്ച ആരംഭിക്കുന്ന പീഡാനുഭവ ധ്യാനം 13 മുതൽ 15 വരെയുള്ള തീയതികളിലാണ്. കർത്താവെ, ആ ധ്യാനത്തിൽ പങ്കെടുക്കുന്നവർ കർത്താവിൻ്റെ പീഡാസഹനങ്ങളെപ്പറ്റി ആഴമായി ധ്യാനിച്ചുകൊണ്ട് ആ പീഡാസഹനങ്ങൾ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് വിശുദ്ധിയോടെ ജീവിക്കുവാനുള്ള കൃപ അവർക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി നമ്മെയും നാം ആയിരിക്കുന്ന അവസ്ഥകളെയും കർത്താവിന് സമർപ്പിച്ച് കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ആരാധന 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 യേശുനാഥ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന. കുടക്കീഴിലെന്ന പോൽ വിഷത്തുള്ളി വീഴാതെ, കൂടാരമെന്ന പോൽ പാപത്തേശാതെ, തണൽ മരമെന്ന പോൽ വെയിലേറ്റുവാടാതെ, മഴനിലാവെന്ന പോൽ മനം മടുപ്പിയലാതെ, മറിയമെന്നാശ്രയം മരുവിലൻ സാന്ത്വനം, മറിയമെന്നാശ്രയം മരുവിലൻ സാന്ത്വനം.